പാലാ നഗരസഭയിൽ പുതിയ ചെയർമാൻ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പുകൾ ഓഗസ്റ്റ് 19 നടക്കും. LDFന്റെ അവിശ്വാസ പ്രമേയത്തിന് UDFിലെ 5 അംഗങ്ങൾ പിന്തുണ നൽകിയതോടെയാണ് ദിയ ബിനു പുളിക്കക്കണ്ടത്തിന് ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെട്ടത്. നിലവിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത പാലാ നഗരസഭയിൽ LDFന് 12 അംഗങ്ങളുടെ പിന്തുണയാണ് ഉള്ളത്. UDFന് 9 അംഗങ്ങളുടെ പിന്തുണയാണുള്ളത്. കേരള കോൺഗ്രസ് 3, കോൺഗ്രസ് 2, KDP 1, സ്വതന്ത്ര കൂട്ടായ്മ 3 എന്നിങ്ങനെയാണ് കക്ഷിനില. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെട്ട 4 പേരും കോൺഗ്രസ് വിമതയായി മത്സരിച്ച് ജയിച്ച് അടുത്തിടെ കോൺഗ്രസിലേക്ക് തിരിച്ചുവരാൻ ഒരുങ്ങിയിരുന്ന ആക്ടിംഗ് ചെയർപേഴ്സൺ മായ രാഹുലും ഉൾപ്പെടെയുള്ള 5 അംഗങ്ങൾ പ്രത്യേക ഗ്രൂപ്പായി തുടരും. 5 അംഗ ഗ്രൂപ്പിന് ഇടതുപക്ഷ പിന്തുണ കൂടി ലഭിക്കുമ്പോൾ അവർക്ക് ഭരിക്കാൻ കഴിയും. നിലവിൽ മായ രാഹുൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും ബിജു മാത്യു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്കും മത്സരിക്കും. ഇവർ പാലായിൽ UDF വിമതരുടെ ഭരണമാണോ അതോ LDFന്റെ പിൻസീൽ ഡ്രൈവിംഗ് ആണോ ഉണ്ടാകുന്നത് എന്നതും കൗതുകമാണ്. എന്തുതന്നെയായാലും പാലായിലെ കോൺഗ്രസ് നേതൃത്വം പ്രതിസന്ധിയിൽ തന്നെയാണ്. വിമതർക്കെതിരെ നടപടിയെടുത്ത് മുന്നോട്ട് പോകണോ, തിരികെ എടുത്ത് ഭരണത്തിൽ പങ്കാളികളാകണോ എന്നതാണ് പ്രശ്നമാകുന്നത്. വിവാദങ്ങൾ സൃഷ്ടിച്ച് ഭരണം നഷ്ടപ്പെടുത്തിയപ്പോൾ കോൺഗ്രസ് വിമതർക്ക് പിന്തുണ നൽകി രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കേരള കോൺഗ്രസ് എമ്മിനും LDFനും അവസരം കൊടുത്തത് ചിലരെയെങ്കിലും വിഷമിപ്പിക്കുന്നുണ്ട്. പാലായ്ക്ക് ഉറപ്പുള്ള ഭരണത്തിന് കേരള കോൺഗ്രസ് എം ഭരണത്തിൽ ഉണ്ടാകണമെന്ന ധാരണ വോട്ടർമാരുടെ ഇടയിൽ സൃഷ്ടിക്കാൻ പുതിയ സാഹചര്യങ്ങളിലൂടെ കഴിഞ്ഞുവന്ന ആശ്വാസമാണ് കേരള കോൺഗ്രസ് എമ്മിനുള്ളത്. ഭാവിയിൽ UDFിലേക്കുള്ള പാലമായി ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ മാറുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാത്തിരിക്കുന്നത്.